പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-19-20 വാക്യങ്ങൾ. അതാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്നൊരു കുഴിയിൽ ഇട്ട് കളകാം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോസേപ്പിൻ്റെ മേൽ പകർന്നിരുന്ന അഭിഷേകം ഒരു രാജ്യത്തെ ഭരിക്കാനുള്ള അഭിഷേകമായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ സഹോദരങ്ങളെ തന്നെ യോസേപ്പിനെ തകർക്കാൻ ശത്രുവായൻ ഉപയോഗിച്ചു. എന്നാൽ കർത്താവ് യോസേപ്പിൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട് യോസേപ്പിനെ കൊന്നുകളയാൻ ദൈവം സമ്മതിച്ചില്ല. പൊട്ടക്കുഴിയിൽ അവർ കളഞ്ഞു. അവിടെ നിന്ന് 20 വെള്ളിക്കാശിന് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അവിടെ നിന്ന് ഫറവോൻ്റെ അകമ്പടി നായകനായ പോത്തിഫർ യോസേപ്പിനെ മേടിച്ചുകൊണ്ടുപോയി തൻ്റെ ഭവനത്തിലെ കാര്യാദികളൊക്കെ ചെയ്യാൻ വേണ്ടി. അവിടെയും യോസേപ്പിൻ്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായ അനുഭവമുണ്ടായി. അവിടെ ഒരു തെറ്റും ചെയ്യാത്ത യോസേപ്പിനെ അവിടുന്ന് കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകേണ്ട വന്നു. അവിടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോസേപ്പ് വിശുദ്ധിയോട് നിന്നു. അത് കാരണം ഈ കഷ്ടതകളെല്ലാം യോസേപ്പിൻ്റെ വാഗ്ദത്തത്തിലേക്കുള്ള പൂർത്തീകരണത്തിൽ ദൈവം എത്തിക്കുവാനിടയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മേലും ദൈവിക അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത് കർത്താവിന് വിശേഷ നിയോഗങ്ങളും പദ്ധതികളും ഉള്ളതുകൊണ്ടാണ്. ആ ഒരു വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് നമ്മൾ യോസേപ്പിനെ പോലെ പല കഷ്ടത്തിൽ കൂടി, പ്രയാസത്തിൽ കൂടി, തകർച്ചയിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ നമ്മളെ ഒരിക്കലും അത് തകർത്ത് കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുമെങ്കിൽ ഇതൊക്കെ നമ്മുടെ വാഗ്ദത്തത്തിലേക്കുള്ള പൂർത്തീകരണമാക്കി ദൈവം തീർക്കും. ഈ ചെറിയ സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ.